ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ്വെൻറ്റ് ജേണി. അഡ്വെൻറ്റ് ജേണിയുടെ ഒരു പുതിയ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മൾ ഫാമിലി ഒരുമിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ദൈവവചന ഭാഗം ഇതാണ്. 1 സാമുവൽ 18-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. 2 വ്യക്തികളെ നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെ ജീവിക്കണമെന്ന് ആ 2 പേരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഒരാളുടെ ജീവിതം. അപ്പോൾ നിങ്ങൾ ഫാമിലി ഒരുമിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 6-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൻ്റെ രാജാവായിരുന്ന ആർതറിനെ കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കെട്ടുകഥകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ് നമ്മളിന്ന് കേൾക്കുന്നത്. അദ്ദേഹം രാജാവായിട്ട് അഭിഷിക്തനായി കഴിഞ്ഞ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നത് മെർലിൻ എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ രാജാവായിട്ട് അഭിഷേകം ചെയ്തതിൻ്റെ അന്ന് തന്നെ ഈ മെർലിൻ അദ്ദേഹത്തോട് പറയാണ്, നാളെ ഒരു ശത്രു നിന്നോട് യുദ്ധം ചെയ്യാനായിട്ട് വരും. അപ്പോൾ നീ യുദ്ധം ചെയ്ത് കഴിഞ്ഞ് ആ ശത്രുവിനെ പരാജയപ്പെടുത്തി വെറുതെ വിടരുത്, നീ ശത്രുവിനെ വധിക്കണം. ആർതർ തലയൊക്കെ ആട്ടി സമ്മതിച്ചു. ഏതായാലും അടുത്ത ദിവസം യുദ്ധമായി. ശത്രു വന്നു. യുദ്ധത്തിൽ ആർതർ ശത്രുവിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ ശത്രു ഇങ്ങനെ യാചനാ രൂപത്തിൽ പറഞ്ഞു, ദയവേത് അങ്ങനെ വധിക്കരുത്, എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ആർതറിന് ദയ തോന്നി ശത്രുവിനെ വെറുതെ വിട്ടു. 2-ാം ദിവസവും ശത്രു വീണ്ടും യുദ്ധത്തിന്. അപ്പം മെർലിൻ പറഞ്ഞു, നീ ഇത്തവണയെങ്കിലും നീ ശത്രുവിനെ വധിക്കണം. 2-ാം തവണയും അതേ കാര്യം തന്നെ ആവർത്തിച്ചു. ശത്രു വന്നു, യുദ്ധം കഴിഞ്ഞു. വീണ്ടും അയാൾ യാചിക്കുകയാണ്, എന്നെ ഉപദ്രവിക്കരുതേ, എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ആർതർ വീണ്ടും അയാളെ വിടുകയാണ്. പക്ഷേ ഈ ഓരോ തവണ യുദ്ധം കഴിഞ്ഞ് 2-ാം ദിവസവും 3-ാം ദിവസവും ഒക്കെ ഈ ശത്രു യുദ്ധത്തിന് വരുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, ഈ ശത്രുവിന് വലിപ്പം വെച്ച് തുടങ്ങി, കുറച്ചുകൂടി പൊക്കം വെച്ച് വലുതാകാൻ തുടങ്ങി ശത്രു. അങ്ങനെ 4-ാം ദിവസവും കഴിഞ്ഞു, 5-ാം ദിവസവും കഴിഞ്ഞു, 6-ാം ദിവസവും 7-ാം ദിവസവും എത്തിക്കഴിഞ്ഞപ്പം ഈ മെർലിൻ പറഞ്ഞു, നീ അപകടത്തിലേക്കാണ് പോകുന്നത്, നീ ശ്രദ്ധിക്കണം. ആർതർ നല്ല രീതിയിൽ ആർതറിന് ബുദ്ധിമുട്ട് വന്നു. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് അവസാനം ആ ശത്രുവിനെ കീഴ്പ്പെടുത്തി ആ ശത്രുവിനെ വധിച്ചു. ഇവിടെ ഇപ്പം നിങ്ങൾ വിചാരിക്കുക, ഇത് ആരാ ഈ ശത്രു വന്നു വലുതാവുന്നു? പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ, ഇത് ശരിക്കും പുറമേ നടന്നൊരു യുദ്ധത്തെക്കുറിച്ചല്ല ആർതർ ഇവിടെ പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇതുപോലെ ചില ശത്രുക്കളുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടും ഉണ്ട്, എനിമിയും ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ ശത്രുക്കളെ നമ്മൾ യുദ്ധം ചെയ്ത് ആ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ നമുക്ക് സാവൂളിന് ദാവീദിനോട് തോന്നിയ ഒരു അസൂയ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ അസൂയ വരും, ദേഷ്യം വരും, വെറുപ്പ് വരും, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത കണക്കുള്ള അവസ്ഥകൾ വരും. ഇതെല്ലാം പെട്ടെന്നൊരു വലിയ കാര്യമായിട്ടല്ല വരുന്നത്, ഒന്ന് ചെറുതായിട്ട് വരും. ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധയോടെ നോക്കിയിരിക്കണം. എൻ്റെ ഉള്ളിൽ അസൂയ വരുന്നു, എൻ്റെ ഉള്ളിൽ ദേഷ്യം വരുന്നു, എൻ്റെ ഉള്ളിൽ വെറുപ്പ് വരുന്നു. അപ്പോൾ തന്നെ ആ ശത്രുവിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ശത്രു നമ്മളെ കീഴ്പ്പെടുത്തും. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി ഇതാണ്, നമ്മുടെ ഉള്ളിലുള്ള ഈ ശത്രുക്കളെയൊക്കെ ഒന്ന് കീഴ്പ്പെടുത്താനായിട്ട് ഇന്നൊരു ഫാമിലി ഫാസ്റ്റിംഗ്. അപ്പം ഹോൾ ഡേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 നേരം ഫുഡൊക്കെ സ്കിപ്പ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചെയ്യാം. രാത്രി ഡിന്നറാകാം. ഇനി അതല്ല, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ചാണോ, ഒരു നേരത്തെ ഫുഡെങ്കിലും നമ്മളൊന്ന് സ്കിപ്പ് ചെയ്ത് ഫാമിലി ഒരുമിച്ച് ഇന്ന് ഫാസ്റ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെ കീഴ്പ്പെടുത്താനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടാനായിട്ട് നമുക്ക് ഒരുമിച്ച് ഫാസ്റ്റ് ചെയ്യാം. പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ മറക്കരുത്. സീ യു, ബൈ.